നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മാച്ച് ഡേയില് ഡ്രോകളുടെ ബഹളമായിരുന്നേ. നമ്മൾ നോക്കുവാണെങ്കിൽ പ്രീമിയർ ലീഗിൽ വമ്പന്മാരെല്ലാം ഡ്രോ ആയി. അതുപോലെ തന്നെ ഇന്നലെ സിരിയയിലെ ടോപ്പ് മത്സരങ്ങൾ ഡ്രോ ആയി. നമ്മൾ നോക്കുവാണെങ്കിൽ അറ്റ്ലാന്റ യുവന്റസ് ഡ്രോയിൽ പിരിഞ്ഞു. ധാരാളം ഡ്രോകൾ കഴിഞ്ഞ മത്സരമായിരുന്നു. നമുക്ക് പെട്ടെന്ന് മാച്ചിന്റെ പേര് കിട്ടുവാണെങ്കിൽ പറ്റുന്ന അത്ര മാച്ചുകൾ കവർ ചെയ്ത് വിടാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്നലത്തെ പ്രോബബ്ലി ഹെവി വെയ്റ്റ് ക്ലാഷ് എന്ന് തന്നെ പറയാം ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ നോട്ടിംഗം ഫോറസ്റ്റ് വേഴ്സസ് ലിവർപൂൾ. മേ ബി ഒരു ടൈറ്റിൽ ഡിസൈഡർ ആയേക്കാം എന്ന് പറയുന്ന ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു മാച്ചിൽ. നമ്മൾ നോക്കുവാണെങ്കിൽ നോട്ടിംഗം ഫോറസ്റ്റ് എല്ലാവരും എക്സ്പെക്ടേഷൻസ് എക്സീഡ് ചെയ്തുകൊണ്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും ലിവർപൂളിന് നല്ല തലവേദന നോട്ടിംഗം ഫോറസ്റ്റ് കൊടുക്കുകയുണ്ടായി, എസ്പെഷ്യലി ഡിഫെൻസീവിൽ. നമ്മൾ കണ്ടാണ് ഫസ്റ്റ് ലെഗിൽ നോട്ടിംഗമും അതുപോലെ തന്നെ ലിവർപൂളും കളിച്ചപ്പോഴേക്കും ആൻഫീൽഡിൽ വെച്ച് നോട്ടിംഗം ലിവർപൂളിനെ തോപ്പിക്കുകയുണ്ടായിരുന്നു. ആ ഒരു മത്സരത്തിൽ ഹഡ്സൺ അഡോവിനെ എലാങ്കനെ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. അന്നൊരു ഫോർമാൻ മിഡ്ഫീൽഡൊക്കെ ഇട്ട് ഡിഫൻസീവ് സോളിഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തത്. പക്ഷേ ഇന്നലെ ഒഫൻസീവിലി തന്നെ സെറ്റപ്പ് ചെയ്ത് തന്നെയാണ് നോട്ടിംഗം ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. എലാങ്കനെ അതുപോലെ തന്നെ ഹഡ്സൺ അഡോവിനെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ നോക്കുവാണെങ്കിൽ വില്യംസ് ആയിരുന്നു. ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് വില്യംസ് ആയിരുന്നു. അതുപോലെ തന്നെ എയ്ന മാൻ ഇന്നലെയും കിഡിലം പെർഫോമൻസ് ആയിരുന്നു. ഇന്നലത്തെ മാച്ചിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി എല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ലിവർപൂൾ ഡോമിനേഷൻ നമുക്ക് സ്റ്റാറ്റ്സിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ മാച്ച് കണ്ടവർക്കറിയാം, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ലിവർപൂളിനെ നല്ല രീതിയിൽ നോട്ടിംഗം ഫോറസ്റ്റിനെ പൂട്ടാനായിട്ട് സാധിച്ചിരുന്നു. ഇന്നത്തെ മാച്ചിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 0.31 ഉള്ളായിരുന്നു നോട്ടിംഗം ഫോറസ്റ്റിന്റെ ഇത്. അപ്പുറത്ത് 1.99 ഉണ്ടായിരുന്നു ലിവർപൂളിന്. എന്താ പറയുക ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു, അത് അവർ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പുറത്ത് ലിവർപൂൾ 4 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 3 മിസ് ചെയ്യുകയും ചെയ്തു. ഇന്നത്തെ മാച്ചിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ലിവർപൂളിന് ഫസ്റ്റ് തന്നെ കാര്യങ്ങൾ പാളിപ്പോകുന്നതാണ് കണ്ടത്. കാരണം ഫസ്റ്റ് ഹാഫിൽ 55 മിനിറ്റോളം ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കാനായിട്ട് ലിവർപൂളിന് സാധിച്ചിട്ടില്ലായിരുന്നു തോന്നുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ ലൂയിസ് ഡിയാസിനെയാണ് ഇന്നലെ ഒരു നമ്പർ 9 ഫോൾസ് 9 റോളിൽ ഇറക്കിയത്. അതൊരു മണ്ടത്തരമായി പോയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മുറിയിലോയ്ക്കും മിലങ്കോവിച്ചിനും ഇടയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ലൂയിസ് ഡിയാസിനെയാണ് കണ്ടത്. ഗെയിമിൽ ഇൻവോൾവ് ആവുന്നില്ല, ആൾക്ക് ക്രോസുകൾ മറ്റൊന്നും മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടോൾ ഫിസിക്കൽ സ്ട്രൈക്കേഴ്സ് ആയ ഏരിയലി സ്ട്രോങ് ആയ മുറിയിലോയ്ക്കും മിലങ്കോവിച്ചിനും അഗേൻസ്റ്റ് സ്ട്രഗിൾ ചെയ്യുന്ന ലൂയിസ് ഡിയാസ് ക്രോസുകളെല്ലാം ഈസിലി അവർ ഡീൽ ചെയ്യുന്നു. സംഭവങ്ങൾ എന്നാ പറയുക, ഒരു ടാക്ടിക്കലി അർണെ സ്ലോട്ടിന് ഫസ്റ്റ് ഹാഫിൽ കാര്യം റോങ് ആയിട്ട് പാളിയ പോലെയാണ് ഫസ്റ്റ് മിനിറ്റ്സിൽ തന്നെ നമുക്ക് തോന്നിയിരുന്നത്. അപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നോട്ടിംഗം ഡിഫൻസീവ്ലി സോളിഡ് പെർഫോമൻസ് ആണ് കൊടുത്തത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി അവർ ഒഫൻസീവ്ലി ട്രാൻസിഷനിൽ ഹേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ഗോൾ വന്നതും അങ്ങനെയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ബോൾ ക്ലിയർ ചെയ്യുന്നു, അത് ക്രിസ് വുഡ് ആണെന്ന് തോന്നുന്നു വിൻ ചെയ്യുന്നു. അതിനുശേഷം ഹഡ്സൺ അഡോയിലോട്ട് പോകുന്നു. അവിടെ ഹഡ്സൺ അഡോയിലോട്ട് സല അവിടെ ഒരു ചെറിയൊരു ബാറ്റിന് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ സല ഒരു കമ്മിറ്റഡ് ആവുന്നില്ല. അവിടെ ബോൾ നോട്ടിംഗം വിൻ ചെയ്യുന്നു. ഹഡ്സൺ അഡോയിനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് ഹഡ്സൺ അഡോയി എലാങ്കനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് എലാങ്ക ക്രിസ് വുഡിനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് ക്രിസ് വുഡിന്റെ കിടിലം ഫിനിഷ്. ക്രിസ് വുഡ് ലിവർപൂളിന് അഗേൻസ്റ്റ് മാത്രമേ ഇനി ഗോൾ സ്കോർ ചെയ്യാനുള്ളതായിരുന്നു. ബാക്കി എല്ലാ പ്രീമിയർ ലീഗ് സൈഡിന് അഗേൻസ്റ്റ് സ്കോർ ചെയ്തിരുന്നു. ലിവർപൂളിന് അഗേൻസ്റ്റുള്ള ആ ഗോൾ വരികയും ചെയ്തു. എടുത്തു പറയേണ്ട കാര്യം അവിടെ കൊണാട്ടയുടെ പൊസിഷനിങ് ആണ്. കൊണാട്ടെ, ഗ്രാംബർ, മക്കലിസ്റ്റർ 3 പേര് അവിടെ ഹഡ്സൺ അഡോയ് എലാങ്കനെ റിലീസ് ചെയ്യുമ്പോൾ ബോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൊണാട്ടെ കവർ ചെയ്യേണ്ട ഏരിയയിലാണ് ക്രിസ് വുഡ് റണ്ണും നടത്തി ഗോളും സ്കോർ ചെയ്തത്. 1-0 ലീഡ് നോട്ടിംഗം എടുക്കുന്നു. അതിനുശേഷം ലിവർപൂൾ പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ക്ലിയർ കട്ട് ചാൻസുകൾ ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് ഫസ്റ്റ് ഹാഫിൽ എടുക്കാൻ സാധിക്കുന്നില്ല. അത് എടുത്ത് പറയേണ്ട പെർഫോമൻസ് മുറിയിലോടെയാണ്. പ്രോബബ്ലി ഇന്നലത്തെ ഡിസേർവിംഗ് മാൻ ഓഫ് ദ മാച്ച് ആണ് മുറിയിലോ. ആളോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അവരുടെ സെൽസ്, അവരുടെ ഗോൾ കീപ്പറിന്റെ കാര്യം പറയേണ്ടി വരും. ഇവർ രണ്ടുപേരും പ്രോബബ്ലി മാൻ ഓഫ് ദ മാച്ച് സ്പ്ലിറ്റ് ചെയ്തെടുക്കേണ്ടി വരും. എസ്പെഷ്യലി സെൽസ് സെക്കൻഡ് ഹാഫിൽ വേറെ ലെവല് പെർഫോമൻസ് ആണ്. ജോട്ടയൊക്കെ ഇറങ്ങിയതിനു ശേഷം എമ്മാതിരി സേവുകളാണ് നടത്തിയത്. കിടിലം പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ മുറിയിലോ മാൻ ആള് ബോൾ വിൻ ചെയ്യുന്നു, ബോളുമായിട്ട് ക്യാരി ചെയ്യുന്നു, ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കുന്നു, സെറ്റ് പീസസ് എടുക്കുന്നു. മാൻ ഹീസ് എ മോൺസ്റ്റർ. ലുക്ക് അറ്റ് ഹിം ബ്രോ. 22 വയസ്സ്. നെക്സ്റ്റ് സീസൺ എല്ലാ ടോപ്പ് ക്ലബും പുള്ളിയുടെ പുറകെ ഉണ്ടായിരിക്കണം. പൈസ ഇറക്കുന്നതിന് ഒരു നഷ്ടവും ഇല്ല. സൂപ്പർ പ്ലെയർ ബ്രോ. വാട്ട് എ പ്ലെയർ. മുറിയിൽ ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ സെൽസിന്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു ഗോൾ കീപ്പിങ്ങിൽ. അതുപോലെ തന്നെ എയ്നെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. റൈറ്റ് ബാക്ക് കളിച്ച എയ്നെ ഇന്നലെ കൊടുത്തത് വളരെ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സലയുടെ ഷോട്ടിന്റെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ആൻഡർസന്റെ പെർഫോമൻസ് എടുത്ത് പറയണം. നല്ല രീതിയിൽ തന്നെ ആൾ അവിടെ ഒരു എന്താ പറയുക ഇന്റൻസിറ്റി മിഡ്ഫീൽഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പം ജോട്ടയും അതുപോലെ തന്നെ സിമിസ്കാസിനെ ഇറക്കിയിരുന്നു. അവൾ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഈ 2 ചേഞ്ചുകൾ ഗെയിമിലേക്ക് ലിവർപൂളിനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ജോട്ട പിച്ചിലോട്ട് ഇറങ്ങിയ ഫസ്റ്റ് ടച്ച് തന്നെ ആ ഒരു കോർണർ കിക്ക് ഗോളായി കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് 1-1 ആക്കുകയാണ്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ലിവർപൂൾ ചാൻസ് ആഫ്റ്റർ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അപ്പുറത്ത് നോട്ടിംഗം ഫൈറ്റ് ചെയ്ത് നിന്ന് തന്നെ ഒരു ഡ്രോ എടുത്തുകൊണ്ട് വരികയുണ്ടായി. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ സല വാസ് ബിറ്റ് ഓഫ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്യാക്പോനെ ഇന്നലെ ഈന ശരിക്കും കൂട്ടി. ഗ്യാക്പോനെ അനങ്ങാൻ പറ്റില്ല. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ഈനയുടെ. എടുത്തു പറയേണ്ട കാര്യമാണ്. ആൻഡ് മിഡ്ഫീൽഡിലാണെങ്കിലും
ഇന്നലെ മക്കളിസ്റ്ററിനെ പൂട്ടാൻ അവർക്ക് സാധിച്ചു. സബോസ്ലായി കുറച്ച് ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ബോക്സ് റണ്ണൊക്കെ എടുത്ത്, പക്ഷേ സ്റ്റിൽ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗ്രാവംബർഗാണ്. ഗ്രാവംബർഗിൻ്റെ ലാസ്റ്റ് സെൻറ്റർ ബാക്ക് റോളിൽ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ മിക്കവാറും FSG പറയുന്നത് നമുക്കിനി എന്തിനാ സെൻറ്റർ ബാക്ക്, ഗ്രാവംബർഗിന് സെൻറ്റർ ബാക്ക് കളിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് ചിലപ്പോൾ അവരിനിയും വെക്കുമായിരിക്കും. പാവം സ്ലോട്ടിന് എന്ത് ചെയ്യാനാണ്, ഒന്നും പറയാനില്ല. ഇന്നലെ കൊണാട്ടെ ഫുള്ളി ഫിറ്റ് അല്ലായിരുന്നു, എന്നിട്ടും പുള്ളിയെ സ്റ്റാർട്ട് ചെയ്തതാണ് റിപ്പോർട്ടുകൾ വന്നത്. സോ അയാളോണ്ടോ എന്തുകൊണ്ട് ലിവർപൂൾ ഒരു CBയിലോട്ട് ഇനിയും പോകുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ഇവഞ്ച്വലി ഐ തിങ്ക് ഫോറസ്റ്റ് എവേ ചെന്നിട്ട് നമുക്ക് ഇപ്പം പ്രീമിയർ ലീഗ് സെക്കൻഡ് ലീഗ് സൈഡാണ്, ഒരു 1-1 ഡ്രോ ഒരു മോശം റിസൾട്ട് അല്ല. എന്നാൽ ഗ്രേറ്റ് റിസൾട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, മോശം റിസൾട്ട് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, ഇറ്റ്സ് ഓക്കെ റിസൾട്ട് അല്ലേ. നമ്മൾ നോക്കുവാണെങ്കിൽ നോട്ടിംഗ്ഹാമിന് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു, ലിവർപൂളും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. ലിവർപൂൾ ക്ലിയർലി ഫേവറേറ്റ്സ് തന്നെയാണ് ലീഗിലോട്ട് വരുമ്പോൾ. ഇന്നലെ അവർക്ക് തലവേദന ഉണ്ടാക്കാൻ സാധ്യതയുള്ള സിറ്റിയും ചെൽസിയും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തപ്പം ഐ തിങ്ക് ഇൻ ദ എൻഡ് ഒരു 1-1 ഫെയർ റിസൾട്ട്. സോറി ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഇവിടെ വെയിൽ കുറയുക കൂടുക, വെയിൽ കുറയുക കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ലൈറ്റിംഗ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഔട്ട്സോഴ്സ് വെയിൽ നമ്മുടെ സൂര്യൻ്റെ പ്രകാശം വെച്ചാണ്. സോ അവിടെ ഇപ്പം മഴക്കാറ് പോലെ വരുന്നത്, അതാണ് ലൈറ്റ് ഒന്ന് ഡിമ്മായത്, സോറി. സോ അപ്പം ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് ഒരു എന്നാ പറയുക, ഒരു കുഴപ്പമില്ലാത്ത റിസൾട്ട് 1-1 ഡ്രോയും വാങ്ങിച്ചുകൊണ്ട് ലിവർപൂൾ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ ഗുഡ് റിസൾട്ട് ഫോർ ലിവർപൂൾ എന്ന് ഞാൻ പറയും, മോശം റിസൾട്ട് അല്ല. ബട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മാൻ, ഹാറ്റ്സ് ഓഫ് ടു ദം. അവർ ഈ സീസൺ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ നേരെ സിറ്റി മാച്ചിലോട്ട് നടക്കുവാണ്. സിറ്റി ഇന്നലെ ബ്രെൻഫോർഡ് എവേയിൽ ചെന്നൊരു സമനില വഴങ്ങുകയുണ്ടായി. നമ്മൾ നോക്കുവാണെങ്കിൽ ഫോഡൻ 2 ഗോൾ 66-ാം മിനിറ്റിലും 78-ാം മിനിറ്റിലും ഫിൽ ഫോഡൻ ഗോൾ സ്കോർ ചെയ്ത് 2-0 ലീഡാക്കിയതാണ്. പക്ഷെ അവിടെ നിന്നാണ് കൊണ്ടുപോയി സിറ്റി അത് ബോട്ടിൽ ചെയ്ത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 82-ാം മിനിറ്റിൽ വിസയും അതുപോലെ തന്നെ നോർഗാർഡ് 90+2 മിനിറ്റിലും ആ ഒരു ഗോൾ സ്കോർ ചെയ്ത് 2-2 ആക്കുമായിരുന്നു. സോ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോൾ ബ്രെൻഫോർഡ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ കളിച്ചു. അവർ നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എംബൂമോ ഒക്കെ ഇന്നലെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ കുറച്ച് വേസ്റ്റ്ഫുൾ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. ഇന്നലെ ബ്രെൻഫോർഡിന് 2.47 ആയിരുന്നു എക്സ്പെക്റ്റഡ് ഗോൾസ്. അപ്പോഴത്തെ സിറ്റിക്ക് വെറും 2.10 ഉള്ളായിരുന്നു. ബ്രെൻഫോർഡ് 3 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 2 മിസ് ചെയ്തു. സിറ്റി അപ്പുറത്ത് 5 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 3 മിസ് ചെയ്യുകയും ചെയ്തു. ബട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രെൻഫോർഡ് നല്ല ഫൈറ്റ് തന്നെ കൊടുത്തെന്ന് പറയേണ്ടി വരും. ബട്ട് സിറ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് വിത്ത് ദ ബോൾ, എസ്പെഷ്യലി ഓവറോൾ വിത്ത് ദ ബോൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരു പ്രോപ്പർ സ്ട്രക്ചർ നമ്മൾ ഇന്നലെ സിറ്റിയിലുണ്ട്. ഫിൽ ഫോർഡിൻ്റെ ഫോമും KDBയുടെ ഫോമും റീസെൻറ്റ് മാച്ചുകൾ പോസിറ്റീവാണ്. ഹാളൻഡ് ഇന്നലെ കുഴപ്പമില്ല കളിച്ചു. ഇന്നലെ ആണെങ്കിൽ ആ ഫോർഡിൻ്റെ ഗോളിലുള്ള ആളുടെ ഹോൾഡ് പ്ലേ വാസ് റിയലി ഗുഡ്. അവിടെ KDB ഇന്നലെ ഒരു അസിസ്റ്റം പ്രൊവൈഡ് ചെയ്തു. ഓവറോൾ നോക്കാനായിട്ടാണ് വിത്ത് ദ ബോൾ ഒരു പ്രോപ്പർ സ്ട്രക്ചർ നമ്മൾ സിറ്റി കാണുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ആവറേജ് പൊസിഷനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ബോൾ മൂവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുറച്ചുകൂടെയും ഫ്ലോ നമുക്ക് സിറ്റിയിൽ കാണാനുണ്ട്. അപ്പുറത്ത് ഇന്നലെ നോക്കാനായിട്ടാണെങ്കിൽ മത്തേസ് ന്യൂനസിനാണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആൾ ഇന്നലെ ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ടൊക്കെ കയറി നല്ല പെർഫോമൻസ് കൊടുത്തു വിത്ത് ദ ബോൾ. പക്ഷേ സിറ്റിയുടെ കുഴപ്പം ട്രാൻസിഷൻ അഥവാ റെസ്റ്റ് ഡിഫൻസ് വിത്തൗട്ട് ദ ബോളിൻ്റെ കാര്യത്തിലാണ്. അവരുടെ പാസസ് പെർ ഡിഫൻസീവ് ആക്ഷനൊക്കെ വളരെ വളരെ പുവറാണ്. ഭയങ്കര മോശം 19 പോയിന്റ് സംതിങ് ഒക്കെ ആയിരുന്നു ഇന്നലത്തെ മാച്ചിൽ. സോ ഇറ്റ്സ് എ റിയലി ബാഡ് സ്റ്റാറ്റ്സ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് സിറ്റി ബോൾ വിന്നേഴ്സ് ഇല്ല. മിഡ്ഫീൽഡിൽ സിറ്റിക്ക് ബോൾ വിന്നേഴ്സ് ഇല്ല. സോ സിറ്റി എക്സ്പോസ്ഡ് ആവുന്നത് അവിടെയാണ്. സോ എന്തുകൊണ്ട് കുസനവും അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ വിക്ടോറിയോസും വരുന്നതൊക്കെ ഹ്യൂജ് ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ളത് വിസിബിൾ ആണ്. എസ്പെഷ്യലി അവർ ഫുൾ റൈറ്റ് ബാക്ക് ഏരിയ, ലെഫ്റ്റ് ബാക്ക് ഏരിയ, അവർ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈസിലി എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ഏരിയയിൽ ഈസിലി ബ്രെൻഫോർഡ് എന്നാ പറയുക പാസുകൾ ഫൈൻഡ് ചെയ്ത് പെനട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇറ്റ്സ് ആൻ ഈസിയാണ്. സിറ്റിയുടെ അഗെയിൻസ്റ്റ് ബോൾ പ്രോഗ്രസ് അഥവാ സിറ്റിയുടെ അഗെയിൻസ്റ്റ് സിറ്റി റെസ്റ്റ് ഡിഫൻസിൽ വളരെ മോശമാണ്. സിറ്റിക്ക് അഗെയിൻസ്റ്റ് ട്രാൻസിഷനിൽ എസ്പെഷ്യലി അവരെ പണിയാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അവർ ബോൾ വിൻ ചെയ്യുന്ന പ്ലേയേഴ്സ് ഇല്ല മിഡ്ഫീൽഡ്. കാരണം PPD ഒക്കെ ഇത്ര മോശമായിട്ട് അത് മാൻ സിറ്റി പോലത്തെ ഒരു ടോപ്പ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ. സോ ഇന്നലത്തെ മാച്ചിലാണെങ്കിലും അത് ക്ലിയർലി വിസിബിൾ ആയിരുന്നു. സോ അവിടെ പെപ്പിൻ്റെ അഥവാ പ്ലേയേഴ്സിൻ്റെ ഓവർ കുറ്റവും ഞാൻ പറയുന്നില്ല. കാരണം മിഡ്ഫീൽഡ് ബെർണാർഡോ സിൽവ ആണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നലെ കോവസിച്ച് ആണെങ്കിലും 2 അലക്സിന് ഇവരുടെ ഒന്നും സ്ട്രെങ്ത് അതല്ല. സോ റോഡ്രി എന്തുകൊണ്ടും മിഡ്ഫീൽഡ് ഇല്ലാത്ത റോഡ്രിയുടെ പ്രസൻസ് ഇല്ലാത്തത് അവരെ ഡിഫെൻസീവ്ലി ഒഫൻസീവ്ലിനേക്കാളും വളരെയധികം ഡിഫെൻസീവ്ലി ഹേർട്ട് ചെയ്യുന്നുണ്ടത് ഓരോ കളി കഴിയുന്നവരും നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നലത്തെ മാച്ചിലാണെങ്കിലും പോസിറ്റീവ്സ് ഉണ്ട് സിറ്റിക്ക്. പക്ഷേ ആ 2-0 ലീഡ് എടുത്തതിന് ശേഷം ആ മക്കറ്റിക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അവിടെ ആൾ ആ ഷോട്ട് എടുക്കാൻ എന്നാന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ 3 ആക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് സിറ്റിയുടെ ഡിഫെൻസീവ് വൾണറബിലിറ്റി എക്സ്പോസ്ഡ് ആയി 2-2 ഒരു ഡ്രോയും വഴങ്ങി. കിട്ടേണ്ട 3 പോയിന്റാണ് എടുത്തുകൊണ്ട് പോയത്. പക്ഷേ ഇന്നലെ ബ്രെൻഫോർഡ് നല്ല പെർഫോമൻസ് തന്നെ കൊടുത്തു. സിറ്റിക്ക് നല്ല രീതിയിൽ തന്നെ ഒഫൻസീവ്ലി എന്നാ പറയുക ബ്രെൻഫോർഡ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. എന്നാലും ഐ തിങ്ക് സിറ്റി കുറച്ചുകൂടെ പോസിറ്റീവാണ്. ഇന്നലത്തെ സിറ്റിയുടെ റീസെൻറ്റ് മാച്ചുകൾ പോസിറ്റീവാണ്. ഫീൽഡിലെ പെർഫോമൻസ് അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഐ തിങ്ക് ഈ സൈനിങ്സ് വരുന്നത് പ്രോബബ്ലി സിറ്റിക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആവാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി ഇവന്മാരെങ്ങനെ വന്ന് അഡാപ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം. സോ അവിടെ നിന്ന് അടുത്തൊരു മാച്ചിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇന്നലെ ചെൽസി വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. ബോർൺമുത്തിന് അഗേൻസ്റ്റ് ആയിരുന്നു.
ഈസി ആയിട്ടുള്ളൊരു ഫിക്സറേ അല്ല ഇരിയോളയുടെ സൈഡിന് അഗേൻസ്റ്റ്. 2-2 സമനിലാണ് ഇതിലെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് നേടിയുണ്ടായത്. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും കോൾ പാൾമർ 13-ാം മിനിറ്റ് നേടിയ ഗോളിലൂടെ ചെൽസി ലീഡ് എടുക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിവേർട്ടിന് കിട്ടിയൊരു പെനൽറ്റി അവർ കൺവേർട്ട് ചെയ്തു 50-ാം മിനിറ്റിൽ. പിന്നീട് സെമന്യോ 68-ാം മിനിറ്റിൽ ഒരു ഗോൾ സ്കോർ ചെയ്ത് 2-1 ആൻഡ് പോസിറ്റീവായിട്ടുള്ള ഇന്നത്തെ കാര്യം റീസ് ജെയിംസ് ബെഞ്ചിൽ നിന്ന് ഇറങ്ങി അവരുടെ ക്യാപ്റ്റൻ്റെ ആ 90+5 മിനിറ്റിലെ ഫ്രീ കിക്ക് ഗോളാണ്. സൂപ്പർ സാധനമായിരുന്നു അത്. പ്രോബബ്ലി ഒരു ഡ്രോ ആണ്, പക്ഷേ ആ ഗോൾ ഒരു നല്ല കോൺഫിഡൻസ് ടീമിന് കൊടുക്കാറുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ആ ഒരു 90+5 മിനിറ്റിൽ ആ ഒരു ഈക്വലൈസർ വന്നപ്പോൾ ഒരു വിക്ടറി സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓവറോൾ ടീമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയുണ്ടായി. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ആ ഒരു ഡൈയിങ് മൊമെന്റ്സിൽ കംബാക്ക് നടത്താൻ. നമുക്കറിയാം ചെൽസി പലപ്പോഴും ഒരു ഗോൾ പുറകെ പോയ ലാസ്റ്റ് 10-15 മിനിറ്റ്സ് ഒക്കെ കംബാക്ക് നടത്തത്തില്ല, ചെൽസിയുടെ പറയുന്ന ആ ഗോൾ വരത്തില്ല എന്നാണ് റീസെൻ്റ്ലി നമ്മൾ കണ്ടത്. ഈ സീസൺ ടോട്ടനാം മാച്ച് ഒഴികെ വേറൊരു മാച്ചിലും ആ ഒരു കംബാക്ക് ഇൻസ്റ്റിൻറ്റ് ചെൽസി കാണിച്ചിട്ടുമില്ല. സോ ഈ മാച്ചിലോട്ട് അത് കാണിച്ചപ്പോൾ ഫാൻസ് വിൽ ബി ഫീലിംഗ് ഹാപ്പി. സോ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോൾ ചെൽസിക്ക് 2.50 എക്സ്പെക്റ്റഡ് ഗോൾസ് ഉണ്ടായിരുന്നു. 26ഓളം ഷോട്ട് അവരെടുത്തു, 10 ഓൺ ടാർഗറ്റ്, 5 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, അതിൽ 4 മിസ് ചെയ്തു. അപ്പുറത്ത് ഇരിയോളയുടെ ബോൺമത്തിൻ്റെ കാര്യം പറയാനാണ് 1.18 ആയിരുന്നു അവർ എക്സ്പെക്റ്റഡ് ഗോൾസ്. 17 ഷോട്ട് എടുത്തു, 3 ഷോട്ട് ഓൺ ടാർഗറ്റ്, 1 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, അവരൊന്നും മിസ് ചെയ്തില്ല, അവരെ എക്സീഡ് ചെയ്തു. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ചെൽസിയുടെ പ്രോബ്ലം എവിടെയാണെന്നുള്ളത് സെക്കൻഡ് ഹാഫിൽ ക്ലിയർലി വിസിബിൾ ആണ്. എൻസോ മരസ്ക ഈ ടീമിനെ ഓവർ റൊട്ടേഷൻ നടത്തുന്നുണ്ടോ അഥവാ ഓവർ ടാക്ടിക്കൽ ഷിഫ്റ്റുകൾ നടത്തുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കുന്നുണ്ട്, എസ്പെഷ്യലി പ്ലേയേഴ്സിൻ്റെ പൊസിഷൻസിൻ്റെ കാര്യത്തിൽ. നമ്മൾ കണ്ടു ഈ സീസണിൽ കുക്കുറേനെ ആൾ ഇൻവേർട്ടർ ലെഫ്റ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാലോ ഗുസ്തോനെ ഇൻവേർട്ടർ റൈറ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുക്കുറേനെ മാലോ ഗുസ്തോനെ ട്രഡീഷണൽ ലെഫ്റ്റ് ബാക്ക് റോളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ മാച്ചിലാണെങ്കിൽ ലാവിയ പിച്ചിൽ നിന്ന് പോയതിന് ശേഷം ചെൽസി സത്യം പറഞ്ഞാൽ എന്താ പറയുക, പ്ലേയേഴ്സ് കൺഫ്യൂസ്ഡ് ആയിരുന്നു അവരുടെ റോൾ എന്താണെന്നുള്ളത്. ഇന്നത്തെ മാച്ചിൽ കൈസീഡോനാണ് ഇൻവേർട്ടർ റൈറ്റ് ബാക്കായിട്ട് യൂസ് ചെയ്ത്, ലാവിയ എൻസോ ഫെർണാണ്ടസ് മിഡ്ഫീൽഡ് വരും. എൻസോ ഫെർണാണ്ടസ് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസസിലോട്ട് കയറി പോവുകയും ഇൻവേർട്ട് ചെയ്ത് കൈസീഡോയും അതുപോലെ തന്നെ ലാവിയയുടെ ഒരു ഡബിൾ പിവറ്റുമാണ് മിഡ്ഫീൽഡിൽ ഫോം ചെയ്തത്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാവിയ ഇഞ്ചറി ആയി പോയതിന് ശേഷം ആളെ വലിച്ചതിന് ശേഷം കൈസീഡോയ്ക്ക് മിഡ്ഫീൽഡ് റോളിലോട്ട് ഇറങ്ങേണ്ടി വന്നു, റീസ് ജെയിംസ് റൈറ്റ് ബാക്ക് റോളിലോട്ട് വരികയും ചെയ്തു. അതിനുശേഷം ടീംസ് കൺഫ്യൂസ്ഡ് ആണ്. എസ്പെഷ്യലി ആ സെമന്യോയുടെ ഗോളൊക്കെ അതിനുള്ള ക്ലിയർ എക്സാമ്പിളാണ്. അച്ചമ്പിയോങ് ഇന്നലെ കുഴപ്പമില്ല കളിച്ചു. ആ ചെക്കനെ നമ്മൾ 18 വയസ്സുള്ളൂ, അവിടെ സെമന്യോ ചെക്കനെ ബീറ്റ് ചെയ്തു. പക്ഷേ എന്നാലും ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലേയേഴ്സ് കൺഫ്യൂസ്ഡ് ആണ്. ആ ഗോളൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ റോൾ എന്താണ്, എങ്ങോട്ട് മൂവ്മെന്റ്സ് നടത്തണം. ആളുടെ സബ്സ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യത്തിൽ ഈവൻ എൻസോ മരസ്കയും കൺഫ്യൂസ്ഡ് ആണ്. സോ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പ്ലേയേഴ്സിന് എന്താ പറയുക ഈ സീസണിൽ തന്നെ ഡിഫറെൻറ്റ് റോൾസ് കൊടുത്ത് പ്ലേയേഴ്സിനെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ട്വിറ്ററിലൊക്കെ ധാരാളം എന്താ പറയുക ചെൽസി അനലിസ്റ്റുകളൊക്കെ ചോദിക്കുന്നുണ്ട്. ട്വിറ്ററിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് മാച്ചായിട്ട് പോയിന്റ് ഔട്ട് ആവുന്നുണ്ട്. ഇന്നലത്തെ മാച്ചിലെ പെർഫോമൻസ് അതിന് ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ആണെന്നുള്ളതിൻ്റെ ഔട്ട്ലൈൻ പല ചെൽസി അനലിസ്റ്റുകളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് നിക്കോളാസ് ജാക്സൺ ഇന്നലെയും ചാൻസുകൾ മിസ് ചെയ്തു. പക്ഷെ ഇന്നലെ ആണെങ്കിലും നിക്കോളാസ് ജാക്സന്റെ കുഴപ്പം ഇതാണ്, ആളും പാൾമറും അന്യായ ഡ്യൂയോ ആണ്. ഇന്നലെ ആണെങ്കിലും ആ പാൾമറിന്റെ ഗോളിന് വേണ്ടി ആളുടെ ഹോൾഡ് അപ്പ് പ്ലേയും സൂപ്പർ സാധനമാണ്. നിക്കോളാസ് ജാക്സന്റെ ഇതാണ്, ആളുടെ ഹോൾഡ് അപ്പ് പ്ലേ നൈസാണ്, ആളുടെ ഓവറോൾ ഗെയിം അവയർനെസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ അല്ല ഔട്ട്സൈഡ് ദ പെനൽറ്റി ബോക്സ് സൂപ്പർബാണ്. പക്ഷെ ആ ഗോൾസ് കൂടെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചാൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. ബട്ട് ചെൽസി ഡിഫെൻസീവലി ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം എൻസോ മരസ്ക ഓവറായിട്ട് പ്ലേയേഴ്സിനെ എന്താ പറയുക ഓവർ റൊട്ടേഷൻ നടത്തുന്നു. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാച്ചിൽ തന്നെ ചെയ്യേണ്ട ഡ്യൂട്ടീസിൽ ഓവർ റൊട്ടേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളൊരു പോരായ്മ അവിടെ എൻസോ മരസ്ക ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേയേഴ്സും സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും ചെൽസി പ്ലേയേഴ്സ് മൊമെന്റ്സിൽ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആവുന്ന പോലെ ഓഫ് ആവുന്നുണ്ട്. ഡിഫെൻസീവ്ലി പെട്ടെന്ന് മേ ബി ഒരു 2-3 മിനിറ്റ് സ്വിച്ച് ഓഫ് ആവുന്നു, ഒപ്പോണൻ്റ് അവിടെ കയറി ഗോൾ അടിക്കുന്നു, പിന്നെ അവർ സ്വിച്ച് ഓൺ ആവും. അങ്ങനെ സ്വിച്ച് ഓഫ് ആവുന്ന മൊമെന്റ്സ് ചെൽസി കുറച്ചേ പറ്റൂ. സോ ചെൽസി ഹാസ് ടു സ്റ്റെപ്പ് അപ്പ് ഡിഫെൻസീവ്ലി, അല്ലെങ്കിൽ പണിയാവാൻ ടോപ്പ് 4 റേസിൽ സിറ്റി വരുന്നുണ്ട്, ന്യൂകാസിൽ വരുന്നുണ്ട്, നോട്ടിംഗം ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ആൻഡ് ആർസണൽ ആൻഡ് ലിവർപൂൾ എന്തായാലും ടോപ്പ് 2 കാണും. സോ ഒബ്വിയസ്ലി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോകുക നമുക്കറിയത്തില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. അവിടുന്ന് നമ്മൾ ഇന്നലെ വെസ്റ്റാം 3-2 ഒരു വിജയം ഫുള്ളാം അഗെയിൻസ്റ്റ് നേടിയുണ്ടായി. ഗ്രഹാം പോട്ടർ കോച്ചായി വന്നതിന് ശേഷമുള്ള വെസ്റ്റാമിൻ്റെ വിക്ടറി. സോ ഇന്നലത്തെ മാച്ചിലെ പ്രീമിയർ ലീഗിൽ ആകപ്പാടെ റിസൾട്ട് വന്നൊരു മാച്ച് അതാണ്. അവിടുന്ന് അടുത്ത മാച്ചസിലോട്ടൊന്ന് പോകാനായിട്ടാണ് നമ്മൾ സിരിയയിലോട്ട് നടക്കുകയാണ്. ഇന്നലെ കോമോ വേഴ്സസ് മിലാൻ മാച്ച് ഉണ്ടായിരുന്നു. അതൊരു 1-1.5 മാച്ചായിരുന്നു. എടുത്തു പറയേണ്ട കാര്യമാണ്. എസ്പെഷ്യലി കോമോ നല്ല ഫൈറ്റ് മിലാൻ കൊടുക്കുകയുണ്ടായി. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഡിയാവോയുടെ ഗോളിൽ 60-ാം മിനിറ്റിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോമോ ഗോൾ സ്കോർ ചെയ്യുമായിരുന്നു. എടുത്തു പറയേണ്ട കാര്യമാണ് ഈ അസാനെ ഡിയാവോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ കാര്യം. 19 വയസ്സേ ഉള്ളൂ.
ഈ വിൻ്റർ വിൻഡോയിലാണ് ആള് ഇവിടെ കോമോയിൽ ജോയിൻ ചെയ്ത്. ഇന്നലെ ആള് സ്കോർ ചെയ്ത ഗോൾ ഒരു 1.5 ഗോളാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക, സൂപ്പർ സാധനമായിരുന്നു. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ 71-ാം മിനിറ്റിൽ തിയോ ഹെർണാണ്ടസും 76-ാം മിനിറ്റിൽ റാഫേൽ ലിയാവും 2 ഗോളുകൾ സ്കോർ ചെയ്ത് AC മിലാൻ വിക്ടറി നേടി കൊടുക്കുകയായിരുന്നു. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഫെയർ സ്റ്റാറ്റ്സ് ആണ്. അതായത് 2 ടീമും ഓൾമോസ്റ്റ് ഈക്വൽ ആണ് എക്സ്പെക്റ്റഡ് ഗോൾസിന്റെ കാര്യത്തിലും എല്ലാ ഇതിലും നോക്കാനായിട്ടാണ്. സോ ഒരു ഈവൻ ഫൈറ്റ് തന്നെ കോമോ കൊടുത്തെന്ന് പറയാം. പക്ഷേ ഇന്നലെ മൊറാട്ട വാസ് വേസ്ഫുൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ. ഈ AC മിലാന്റെ കുഴപ്പം ഇതാണ്, AC മിലാൻ മൊറാട്ട ഈ സീസൺ ധാരാളം മിസ്സുകൾ നടത്തുന്നുണ്ട്. അവർ ധാരാളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് കൺവേർട്ട് ചെയ്യുന്നില്ല. ജയിക്കേണ്ട മാച്ചുകളുണ്ട് കളി. ഇന്നലെ ആണെങ്കിലും ആ 2 ഗോളുകൾ ലാസ്റ്റ് മൊമെന്റ്സിൽ അവർ സ്കോർ ചെയ്തില്ലാതെ പണിവാളിയാനല്ലേ. സോ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൊസൻസ്കോ പ്രഷറിലായാലും വന്ന ഉടനെ തന്നെ ലാസ്റ്റ് വീക്കും ഒരു ഡ്രോ ആയിരുന്നു. ഈ മാച്ചിലോട്ട് വരുമ്പോൾ തോൽക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ സംഹൗ വിക്ടറി അവർ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വന്നു. ലെറ്റ്സ് സി AC മിലാൻ എന്തായാലും ഒരു ക്രൂഷ്യൽ വിക്ടറിയാണ്. കാരണം ഒരു ടോപ്പ് 4 റേസിലാണുള്ളത്. അവർ ടൈറ്റിൽ റേസില്ല, എങ്ങനെയാലും 4th സ്പോട്ട് എത്താനായിട്ട് തന്നെയായിരിക്കും. ലക്കുണ്ടെങ്കിൽ 5th സ്പോട്ട് ഫിനിഷ് ചെയ്യുന്ന ടീമിന് വീണ്ടും ചിലപ്പം ചാമ്പ്യൻസ് ലീഗ് യോഗ്യത കിട്ടിയേക്കാം സിറിയ ക്ലബ്ബുകൾക്ക്. പക്ഷേ അവരെങ്ങനെയും ടോപ്പ് 4 എത്താനായിട്ട് തന്നെയായിരിക്കും പുഷ് ചെയ്യുക. സോ അവിടുന്ന് അടുത്ത പ്രോബബ്ലി ഇന്നലത്തെ മോസ്റ്റ് ഗ്ലാമറസ് ഫിക്സ്ചർ എന്ന് തന്നെ പറയേണ്ട ഒരു ഓൺ പേപ്പർ അറ്റ്ലാന്റ വേഴ്സസ് യുവന്റസ് മാച്ച്. അറ്റ്ലാന്റയുടെ ഹോം മാച്ച് ആയിരുന്നു. അത് വീണ്ടും സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. യുവന്റസിന്റെ തുടർച്ചയായ 3ാം സമനില ലീഗിൽ 20 കളിയിൽ നിന്ന് 13 ഡ്രോയും 7 വിജയമാണുള്ളത്. എന്താ പറയുക, വേസ്റ്റ് അൺബീറ്റൻ റണ്ണിൽ പോകുന്ന ടീം തന്നെ പറയേണ്ടി വരും യുവന്റസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ. യുവന്റസിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല, അവരെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുവന്റസ് ഇപ്പം 5th ഓൺ ദ ടേബിൾ ആണ്. പക്ഷെ എന്നാലും ഇവന്മാർ ഇത്ര ഡ്രോസ് അൺബീറ്റൺ ആണ്. ഞങ്ങൾ അൺബീറ്റൺ ആണെന്ന് പറയാം, പക്ഷെ ഡ്രോകളുടെ പൂരമാണ്. ഇന്നത്തെ മാച്ചിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റെറ്റൂഗി കലൂലുവിന്റെ 54-ാം മിനിറ്റിൽ യുവന്റസ് ആണ് ലീഡ് എടുത്തത്. പിന്നെ റെറ്റൂഗി ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 78-ാം മിനിറ്റിൽ ഈക്വലൈസർ ഗോൾ സ്കോർ ചെയ്യാൻ. സോ നമ്മൾ എന്താ പറയുക, എക്സ്പെക്റ്റഡ് ഗോൾസിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ യുവന്റസ് കുറച്ച് മുന്നിട്ട് നിന്നു. 1.54 ഉണ്ടായിരുന്നു, ഇവർക്ക് 1.48 ആയിരുന്നു. 2 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് അറ്റ്ലാന്റ 2 മിസ് ചെയ്തു. യുവന്റസ് 3 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് 2 മിസ് ചെയ്തു. ഇന്നലത്തെ മാച്ചിൽ സർപ്രൈസിങ് നമ്മൾ അറ്റ്ലാന്റയിൽ നിന്ന് കാണാറുള്ള ഒരു ഐറ്റമാണ് ബിഗ് മാച്ചസിലോട്ട് വരുമ്പോൾ സ്ട്രൈക്കറിനെ പുള്ളി ഇറക്കാതിരിക്കുന്ന ഒരു ഐറ്റം. ഡെൽ കാറ്റ്ലറും നമ്മൾ എല്ലാ ഈ റീസെന്റ് ഇപ്പം റയൽ മാഡ്രിഡ് മാച്ചിലാണെങ്കിലും അറ്റ്ലാന്റയുടെ ബിഗ് മാച്ചസിലൊക്കെ മിലാൻ മാച്ചിലൊക്കെ നിങ്ങൾ കാണാൻ ശ്രദ്ധിച്ച ഒരു കാര്യമായിരിക്കും. ഇന്നലെ ആണെങ്കിലും ഡെക്കാറ്റ്ലറിനെ ലുക്മാനാണ് അപ്പ് ഫ്രണ്ട് യൂസ് ചെയ്തത്, റെറ്റൂഗിനെ ബെഞ്ച് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പുറത്ത് യുവന്റസും നമ്മൾ നോക്കാനായിട്ടാണ് കൂപ്പ് മൈനസിനെയാണ് ഫോൾസ് 9 റോളിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ ഇപ്പം ഫുട് മൊബൈലൊക്കെ കയറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് പൊസിഷനിങ്ങിന്റെ കാര്യത്തിൽ അറ്റ്ലാന്റ വേറെ ബെറ്റർ സൈഡ്. അറ്റ്ലാന്റ കൂടുതൽ നമ്മൾ നോക്കുവാണെങ്കിൽ മിഡ്ഫീൽഡിലും യുവന്റസ് ഹാഫിലുമായിട്ട് പൊസിഷൻ ധാരാളം സമയം അവർ കീപ്പ് ചെയ്യാൻ സാധിച്ചു. ആവറേജ് പൊസിഷനിങ്ങും അതായിരുന്നു. അതായത് മിഡ്ഫീൽഡും യുവന്റസിന്റെ ഫൈനൽ തേർഡിലും ഇടയിലായിട്ട് തന്നെയാണ് അറ്റ്ലാന്റ കീപ്പ് ചെയ്തത്. അതേസമയത്ത് യുവന്റസ് കൂടുതലും എന്താ പറയുക സെൻട്രൽ ഏരിയാസിലും അവരുടെ ഡിഫൻസീവ് ലൈനിലായിട്ടാണ് പൊസിഷൻ കൂടുതൽ കീപ്പ് ചെയ്ത് ആവറേജ് പൊസിഷനിങ് പ്ലേയേഴ്സിനെ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. സോ ഒരു കുറച്ചുകൂടി പോസിറ്റീവ് അപ്രോച്ച് ഓൺ ദ പിച്ച് എടുത്തത് പ്രോബബ്ലി അറ്റ്ലാന്റയുടെ പ്ലേയേഴ്സ് ആണെന്ന് നമുക്ക് ആ സ്റ്റാറ്റ്സിൽ നിന്ന് അഥവാ ആ ഒരു ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ യുവന്റസ് ഹാഡ് ചാൻസ് ടു കിൽ ദ ഗെയിം. 1-0 ലീഡ് എടുത്തതിന് ശേഷം കില്ല് ചെയ്യാനായിട്ടുള്ള ഒരു നല്ല അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാനഷയ്ക്ക് അവരുടെ ഗോൾ കീപ്പർ എറ്റാനദർ അപ്കമിങ് ഇറ്റാലിയൻ ഗോൾ കീപ്പർ 24 വയസ്സുള്ള ഇറ്റാലിയൻ ഗോൾ കീപ്പർ കാനഷയ്ക്ക് അന്യായ ഒരു സേവ് ഉണ്ടായിരുന്നു അറ്റ്ലാന്റയ്ക്ക് വേണ്ടി. സേവ് ദ ഗെയിം. പക്ഷേ എനിക്ക് പറയാനുള്ള യുവന്റസിന്റെ കാര്യത്തിലാണ് യുവന്റസ് ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. അറ്റ്ലാന്റ ഇപ്പോൾ തുടർച്ചയായ 2ാം ഡ്രോ ആണ്. അവർ ടൈറ്റിൽ റേസിൽ ഇതൊരു ഹ്യൂജ് അടിയായിരിക്കും. പക്ഷെ അപ്പുറത്ത് യുവന്റസിന്റെ പ്ലേയേഴ്സിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും അവർക്ക് ഇങ്ങനെ ഡ്രോസ് വാങ്ങിക്കൂടെ. ഇറ്റ്സ് ഫ്രസ്ട്രേറ്റിംഗ് ടു വാച്ച്. തിയാഗോ മോട്ടയിൽ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ഫുട്ബോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ശരിയാണ്, കുറച്ച് ഇഞ്ചറി ഇഷ്യൂസ് അവർക്കും ഉണ്ട്. പക്ഷേ എന്നാലും പ്ലേയേഴ്സിന് ഓവറായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ചില കളി മക്കന്നീനെ പിടിച്ച് വിങ് ബാക്ക് ഇടുന്ന കാണാം, ചില ഇന്നലെ അറ്റാക്ക് മിഡ്ഫീൽഡ് റോൾ ഇറക്കുന്നുണ്ട്. കൂപ്പ് മൈനേഴ്സിന്റെ റോൾ എന്താണെന്നറിയാം. കൂപ്പ് മൈനേഴ്സ് ചില കളി നമ്പർ 10, ചില കളി നമ്പർ 8, ഇന്നലെ ഫോൾസ് 9. ഇൽഡിസിന്റെ ഇൽഡിസ് ആണ് ആ ടീമിന്റെ നെടുന്തൂണ്, അവനാണ് അവരുടെ മെയിൻ പ്ലെയർ. പക്ഷേ ഇൽഡിസിന്റെ ആണെങ്കിലും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ഫിക്സഡ് റോൾ കൊടുക്കുന്നില്ല പല മാച്ചിലും. ഇന്നലെ ആണെങ്കിലും ഇന്നലെ കൂപ്പ് മൈനേഴ്സ് ഓൺ പേപ്പർ ഫോൾസ് 9 ആയിരുന്നാലും അവർ ഫോൾസ് 9 റോൾ അഥവാ ഇൻവേർട്ട് ചെയ്ത് അവർ നമ്പർ 9 റോളിൽ കവർ കൊടുത്തുകൊണ്ടിരുന്ന ഇൽഡിസ് ആണ് ആ റോൾ കവർ കൊടുത്തുകൊണ്ടിരുന്നത്. കൂപ്പ് മൈനേഴ്സ് നാച്ചുറലി മിഡ്ഫീൽഡിലോട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. കാരണം പുള്ളി ഫോൾസ് 9 റോൾ കൂപ്പ് മൈനേഴ്സിന് ശരിയാകത്തില്ല. ആൻഡ് ഇറ്റ്സ് ലൈക്ക് മോട്ടയ്ക്ക് ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടില്ല ഈ ടീമിൽ. 6 മാസത്തോളം ആയില്ലേ. സോ ഒരു ഗ്രിപ്പ് കിട്ടിയേ പറ്റൂ. കാരണം പ്ലേയേഴ്സിന്റെ എക്സാക്ട് പൊസിഷനിങ് ഏതാണെന്ന് പോലും പുള്ളിക്ക് അറിയത്തില്ല. നിക്കോ ഗോൺസാലസിനെ എവിടെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ് ആൾ എന്താണ് ഈ ടീമിനെ വെച്ച് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. സോ അത് ആൾ ഫൈൻഡ് ചെയ്യണം. പ്രോബ്ലി ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് ഇറ്റ് വിൽ ഗോ ലൈക്ക് ദാറ്റ്. ഐ തിങ്ക് സെക്കൻഡ് സീസണിൽ കുറച്ചുകൂടെ ബെറ്റർ ഐഡിയ കിട്ടുമായിരിക്കും. പക്ഷെ പ്ലേയേഴ്സിനെ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പുള്ളി പഠിച്ചേ പറ്റൂ. സോ അറ്റ്ലാന്റ ഇപ്പോൾ 3ാം സ്ഥാനത്തോട്ട് പോയി 43 പോയിന്റുമായിട്ട്. അപ്പുറത്ത് യുവന്റസ് 20 കളിയിൽ നിന്ന് 5ാം സ്ഥാനത്താണ് 34 പോയിന്റുമായിട്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നാപ്പോളി അറ്റ്ലാന്റ ഇപ്പം സെയിം നമ്പർ ഓഫ് മാച്ചസ് എത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് ഇന്റർ മിലാൻ സെക്കൻഡ് നിൽപ്പുണ്ട്.
സോ ഇതുപോലെ തന്നെ ഇന്നലെ ബുണ്ടസ് ലീഗയിൽ കുറച്ച് മാച്ചുകൾ നടന്നത്. ലെവർകൂസൻ ഇന്നലെ 1-0 മൈൻസിനെ തോപ്പിക്കുകയുണ്ടായി. ഹോം മാച്ച് ആയിരുന്നു ലെവർകൂസന്റെ. ഗ്രിമാൾഡോ നേടിയ ഗോളിലാണ് 1-0 വിജയം ജയിച്ചത്. അതുപോലെ തന്നെ ഒമർ മർമൂഷ് പ്രോബബ്ലി പുള്ളിയുടെ ലാസ്റ്റ് ഗെയിം ആയിരിക്കാം ഫ്രാങ്ക്ഫർട്ടിന് വേണ്ടി. ഇന്നലെ ഒരു കിടിലൻ പെർഫോമൻസ് കൊടുത്തു. ഫ്രാങ്ക്ഫർട്ട് 4-1 ഫ്രൈബർഗിനെ തോപ്പിച്ചു. മർമൂഷ് ഇന്നലെ 1 ഗോളും 2 അസിസ്റ്റുമായിട്ട് നിറഞ്ഞാടിയ മത്സരം തന്നെയാണ്. ബുണ്ടസ് ലീഗയിലും കാര്യങ്ങൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബയൺ മ്യൂണിക്കുമായിട്ടുള്ള പോയിന്റ്സ് ഗ്യാപ്പ് 1 ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ബയൺ മ്യൂണിക്കിന് ഒരു ഗെയിമിംഗ് ഹാൻഡ് ഉണ്ട്. അത് ജയിക്കുവാണെങ്കിൽ 4 തന്നെ മാറ്റാം. സോ ലെവർകൂസൻ തൊട്ട് പുറകെയുണ്ട്. ഐ തിങ്ക് ഫ്രാങ്ക്ഫർട്ടും ടൈറ്റിൽ റേസ് ഉണ്ട് ഓൺ പേപ്പർ. പക്ഷേ മർമൂഷ് പോയാൽ ആരും കഷ്ടമാണ്. ഐ തിങ്ക് ഇറ്റ്സ് ബിറ്റ്വീൻ ലെവർകൂസൻ ആൻഡ് ബയൺ മ്യൂണിക് ഈ സീസണിൽ. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആവുമായിരിക്കാം. സോ നമുക്ക് നോക്കാം എങ്ങനെ കാര്യങ്ങൾ നീങ്ങുന്നു. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും. ബൈ.